നാരീമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതമാണ് കേട്ടോ. ഞാൻ ഇന്ന് നിൽക്കുന്നത് പൂർണ്ണത്രയീശന്റെ സന്നിധിയിലാണ്. തൃപ്പൂണിത്തറ പൂർണ്ണത്രയീശന്റെ സന്നിധിയിലാണ് ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത്. വൈശാഖ മാസത്തിൽ ഇവിടെയും കൂടി വന്ന് തൊഴാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതുമാത്രമല്ല ഒരുപാട് പേര് നമ്മളോട് എപ്പോഴും പ്രാർത്ഥിക്കാൻ പറയുന്ന ഒരു കാര്യമാണ്. അനേകം വർഷങ്ങളായി വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ല, സന്താന സൗഭാഗ്യം തരാൻ ഭഗവാനോട് പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഗുരുവായൂരപ്പനോട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഒപ്പം ഇന്ന് ഇവിടെ വന്നിട്ട് സന്താന ഗോപാല മന്ത്രം ചൊല്ലിക്കൊണ്ട് നമസ്കരിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സാധിച്ചിട്ടുണ്ട്. ശ്രീ ഗുരുവായൂരപ്പനും പൂർണ്ണത്രയേശനും ഒക്കെ എത്രയും പെട്ടെന്ന് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് തുടങ്ങാം അല്ലേ. ഈ സന്താന ഗോപാലം കഥ ഞാൻ അനേക പ്രാവശ്യം നമ്മളെല്ലാവരും കൂടി അനുസ്മരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും എനിക്കിവിടെ വരുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരാറുള്ളത് എന്താണെന്ന് വെച്ചാൽ അർജുനനെ എത്രത്തോളം നന്നായിട്ടാണ് ഗുരുവായൂരപ്പൻ കൊണ്ട് നടന്നിരുന്നത് എന്നാണ്. ദ്വാരകാധീശനായ ശ്രീ ഗുരുവായൂരപ്പനോട് ഒരു ബ്രാഹ്മണൻ തൻ്റെ പുത്രദുഃഖത്തിനെ കുറിച്ച് വന്ന് പറഞ്ഞ സമയത്ത് ഒരു നിമിഷം കൊണ്ട് അദ്ദേഹത്തിന് ആ പുത്ര ഭാഗ്യം ഉണ്ടാക്കി കൊടുക്കാൻ ഭഗവാന് സാധിക്കുമായിരുന്നു. പക്ഷെ ഭഗവാൻ കാത്തിരുന്നത് എന്തിനാണെന്നല്ലേ? അർജുനനെ എന്താ പറയുക, നന്നാക്കിയെടുക്കുക എന്നൊക്കെ പറയില്ലേ, അഹങ്കാരമില്ലാത്തവനായി മാറ്റാൻ വേണ്ടിയിട്ട് അർജുനനോടൊപ്പം ഭഗവാൻ ചെയ്ത ഒരു ലീലയാണ് ഈ ഒരു സന്താന ഗോപാലം കഥ എന്നുകൂടി അനുസ്മരിക്കാറുണ്ട് ആചാര്യൻ. ഇത് മാത്രമല്ല കേട്ടോ, ഒരു മകൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു ബ്രാഹ്മണൻ്റെ മുമ്പിൽ 10 ഉണ്ണികളെ കൊണ്ടുവന്ന് കൊടുത്തു നമ്മുടെ ഉണ്ണികൃഷ്ണൻ. 1-ന് 10ആയി, 10-ന് 100ആയി, 100-ന് 1000ആയി അനുഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല എന്നുകൂടി ഈ ഒരു കഥ നമ്മളെ അനുസ്മരിപ്പിക്കാറുണ്ട്. അപ്പോൾ കഥകളങ്ങനെ അനവധി ഉണ്ടെങ്കിലും എത്ര തവണ ഞാൻ ഏത് കഥ പറഞ്ഞാലും നിങ്ങളെല്ലാവരും ക്ഷമയോടെ അത് കേട്ട് കേൾക്കാൻ കാതോർത്തിരിക്കുന്നത് ആലോചിച്ചാൽ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നാറുണ്ട് കേട്ടോ. ഇതെൻ്റെ വൈഭവം കണ്ടല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഗുരുവായൂരപ്പൻ്റെ കഥ കേൾക്കാൻ എല്ലാവർക്കും മടുപ്പില്ലാതെ കേൾക്കാൻ സാധിക്കുന്ന ഒരേ ഒരു കഥ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്ത് കഥകളും നമ്മൾ ആവർത്തിച്ച് പറഞ്ഞാൽ നമുക്ക് തോന്നും ഇത് മുമ്പേ കേട്ടിട്ടുള്ളതല്ലേ, ഇതിലിപ്പോൾ എന്താ പുതുമാന്ന്. പക്ഷേ ഗുരുവായൂരപ്പൻ്റെ കാര്യം അങ്ങനെയല്ല അല്ലേ. ഒരു തവണ കേട്ടാൽ പിന്നെയും കേട്ടാൽ ആദ്യം കേൾക്കുന്ന പോലെ അത്ര രസകരമായിട്ട് നമുക്കിത് വീണ്ടും കേൾക്കാൻ സാധിക്കാറുണ്ട്. അപ്പോൾ അതുപോലൊരു കഥയാണ് ഈ സന്താന ഗോപാലം കഥയും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇന്നിവിടെ നല്ല ക്രൗഡഡ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നിന്നൊരു കഥ പറയാമെന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് തോന്നുന്നു എനിക്ക് മൈൻഡൊക്കെ ഡൈവേർട്ട് ആവാനുള്ള സാധ്യതയുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ കഥകളൊന്നും പറയണില്ല. ഇന്നത്തെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം തന്നെ ചോദ്യങ്ങൾ. ആദി എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് കലഹം എന്തേലും പറഞ്ഞാൽ മതി, അപ്പോൾ കലഹമാണ്. ഇതൊന്ന് മാറിക്കിട്ടാൻ എന്തേലും വഴിപാടുണ്ടോ? ഇനി കണ്ണീർ ദോഷം കൊണ്ടാണോ? വീട്ടിൽ നാമം ചൊല്ലുന്നുണ്ട്, നാരായണീയം വായിക്കുന്നുണ്ട്, പക്ഷെ അത്ര മാറ്റം വരുന്നില്ല എന്നൊരു തോന്നലുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ഉള്ളതാണ് അല്ലേ. 1-ന് 10ആയിട്ടും തിരിച്ചു പറയും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കലഹമായിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമാവും ചെയ്യും. അത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്ക് ഈ ഒരു വിവേക ബുദ്ധി കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലേ. നാമം ജപിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ദേഷ്യം വരുന്ന സമയത്ത് നാമം ജപിക്കുക. ദേഷ്യം വരുമ്പോൾ നമുക്ക് ശബ്ദം കൂടുകയാണ് ചെയ്യുക എല്ലാവർക്കും. എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ദേഷ്യം എന്ന് പറയുന്നത് വല്ലാതെ ജ്വലിക്കുന്ന കണ്ണുകൾ, അഴിഞ്ഞ മുടി, അതുപോലെ വല്ലാതെ ഉറക്കെ സംസാരിക്കുക, ഇതൊക്കെ കോമൺലി കാണുന്ന സിംറ്റംസ് ആണല്ലേ. ഈ സമയത്ത് ഉറക്ക നാമം ചൊല്ലിക്കോളൂ, നല്ല വ്യത്യാസം ഉണ്ടാവും. ശ്രീ ഗുരുവായൂരപ്പനെ കടുക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് വളരെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. പണ്ട് കാലങ്ങളിൽ കേട്ടിട്ടില്ലേ, കടുക് ചിന്തിയാൽ കലഹം ഉറപ്പാണ് എന്നൊക്കെ. അത് കേട്ടിട്ട് ഏതോ ഒരാൾ ഉണ്ടാക്കിയതായിരിക്കണം ഇങ്ങനൊരു വഴിപാടെന്ന് തോന്നുന്നു. എന്തായാലും ഗുരുവായൂരപ്പനെ കടുക് കൊണ്ടുവന്ന് സമർപ്പിക്കുന്നത് കലഹം മാറാൻ നല്ലതാണ്. അതിന് ഇത്ര എമൗണ്ട് ഓഫ് കടുക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എത്ര വേണമെങ്കിലും ആവാം. അത് കൊണ്ടുവന്ന് കൊടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ണാരത്തിൽ സമർപ്പിക്കാം. അതല്ലെങ്കിൽ മഞ്ചാടി ചെമ്പിൽ നിക്ഷേപിച്ചാലും കുഴപ്പമില്ല കേട്ടോ. പൊട്ടിച്ചിട്ട് മഞ്ചാടി ചെമ്പിൽ ഇട്ടാലും കുഴപ്പമില്ല. കടുകും മഞ്ചാടിയും കുന്നിക്കുരും എല്ലാം കൂടിയിട്ടാണ് ആ ചെമ്പിൽ ഇട്ട് വെച്ചിരിക്കണം. എനിക്ക് തോന്നുന്നു ഉണ്ണികൃഷ്ണൻ അതിലൂടെയൊക്കെ വിരലോടിക്കാൻ വലിയ ഇഷ്ടമാണെന്ന്. അപ്പം എന്തായാലും കലഹം മാറാൻ കടുക് വഴിപാട് നൽകുന്നത് നല്ലതാണ് കേട്ടോ. പ്രിയ വേണുഗോപാൽ എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സ്വർണം കളവ് പോയിട്ടുണ്ട്. ഈ വൈശാഖ മാസത്തിൽ തന്നെ വ്രതം നിൽക്കുന്ന ഈ സമയത്ത് തന്നെ സ്വർണം കളവ് പോയതിൽ വളരെയധികം വിഷമമുണ്ട്. എന്താ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്.
എത്ര സ്വർണ്ണമാണോ കളവ് പോയത് അതിൻ്റെ ഒരു ഭാഗം ഗുരുവായൂരപ്പന് കൊടുക്കാമെന്ന് പറഞ്ഞു നോക്കൂ, പെട്ടെന്ന് തിരിച്ചു കിട്ടും കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് പറയണത്. നമുക്ക് എത്ര സ്വർണ്ണമാണോ കളവ് പോയത് ഗുരുവായൂരപ്പനും അതിൽ നിന്നൊരു പങ്ക് തരാമെന്ന് പറഞ്ഞു ഗുരുവായൂരപ്പൻ അത് എത്രയും പെട്ടെന്ന് തേടി കണ്ടുപിടിച്ച് കൊണ്ടുവരാറുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഗുരുവായൂരപ്പൻ ഒരു സ്വർണത്തിനോട് ആവശ്യമുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള ഒരു ഈശ്വരനാണ് എന്നൊന്നും സങ്കല്പിക്കുകയേ ചെയ്യരുത് കേട്ടോ. നമ്മളുടെ ഒരു വഴിപാടും ഭഗവാന് ആവശ്യമില്ല. ആത്മാരാമനാണ് ഗുരുവായൂരപ്പൻ. പക്ഷെ നമ്മളുടെ സന്തോഷത്തിനായിട്ട് എന്തും സ്വീകരിക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് തന്നെ എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ സ്വർണം പോയി എന്നല്ല, നമ്മുടെ സ്വർണം പോയി ഗുരുവായൂരപ്പ, അതിൽ നിന്ന് അത് കിട്ടിയാൽ അതിൽ നിന്ന് ഇത്രയും ഞാൻ ഗുരുവായൂരപ്പന് ഒരു സ്വർണ്ണപ്പൊട്ട് കൊണ്ടുവന്ന് സമർപ്പിക്കാമെന്നോ, അതല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ സ്വർണം കൊണ്ടുവന്ന് സമർപ്പിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ വിചാരിക്കും ഇത് സ്വീകരിക്കുന്നതിൽ നിനക്കൊരു സന്തോഷം ഉണ്ടെങ്കിൽ ഞാനിത് സ്വീകരിച്ചേക്കാം എന്ന് തന്നെ വിചാരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ഒരു സമ്പ്രദായം. അപ്പോൾ അങ്ങനെ നേർന്നോളൂ കേട്ടോ. അതുപോലെ തന്നെ അടുത്തതായിട്ട് രേഷ്മ ജയപ്രകാശ് എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. നമസ്കാരം സവിത, കേസ് അനുകൂലമാവാനും പെട്ടെന്ന് എല്ലാം ശരിയാവാനും ഭഗവാനെ എന്ത് വഴിപാടാണ് നടത്തേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് ബാണയുദ്ധം, കൃഷ്ണനാട്ടംകളി ചീട്ടാക്കുന്നത് വളരെ നല്ലതാണ്. എന്താണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അത് നടക്കാനായിട്ട് മറ്റുള്ളവർക്ക് ദോഷകരമല്ലാത്ത എന്തും നമുക്കങ്ങനെ പ്രാർത്ഥിക്കാവുന്നതാണ്. മാത്രമല്ല വിജയത്തിനും ബാണയുദ്ധം വളരെ നല്ലതാണ് കേട്ടോ. ഏത് തരത്തിലുള്ള ജീവിത വിജയത്തിനും ബാണയുദ്ധം നല്ലതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി നോക്കുകയാണെങ്കിലും ഉദ്ദിഷ്ടകാര്യ സിദ്ധിയാണെങ്കിലും വിജയമാണെങ്കിലും ബാണയുദ്ധം വളരെ നല്ലതാണ്. അപ്പോൾ അത് ഷീട്ടാക്കിക്കോളൂ. ബാണയുദ്ധം, കൃഷ്ണനാട്ടങ്ങളിൽ ഷീട്ടാക്കാനായിട്ട് 3000 രൂപയാണ് ദേവസ്വത്തിലേക്ക് അടയ്ക്കേണ്ടത്. ഏതൊക്കെ ദിവസങ്ങളിലാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ലിസ്റ്റ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആവശ്യമെങ്കിൽ വീണ്ടും ഓർമ്മിപ്പിച്ചാൽ ഞാൻ ഗ്രൂപ്പിൽ ഇടാവുന്നതാണ്. അതുമാത്രമല്ല, ഇനിയിപ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഇല്ല കൃഷ്ണനാട്ടങ്ങളിൽ, മെയ് മാസത്തിലും കൂടിയേ ഉള്ളൂ. അപ്പോൾ വേഗം ഷീട്ടാക്കിക്കോളൂ കേട്ടോ. വിജയലക്ഷ്മി എന്ന ഒരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു പുസ്തകം നോക്കി മന്ത്രം ചൊല്ലിയിരുന്നു. അപ്പോൾ ഏത് പുസ്തകമാണ് ഞാൻ നോക്കിയിരുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മംഗലസ്തോത്ര രത്നാവലി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. അനേകം ഉപകാരപ്രദമായ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ആ പുസ്തകം. മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാട്ടുകളും ഗുരുവായൂരപ്പൻ്റെ തിരുവാമൃതേത് എന്നൊക്കെ പറഞ്ഞിട്ട് ഗുരുവായൂരപ്പന് ഊണ് കൊടുക്കുന്ന ആ ഒരു വാഴകുന്നത്തിൻ്റെ കുറേ കുഞ്ഞു കുഞ്ഞു പാട്ടുകളൊക്കെ ആയിട്ട് നല്ല പുസ്തകമാണ് കേട്ടോ. സാധിക്കുന്ന ആൾക്കാരൊക്കെ അത് പർച്ചേസ് ചെയ്തോളൂ. ഗുരുവായൂർ എവിടെയാണ് കിട്ടുക ചോദിച്ചാൽ ഗുരുവായൂർ പടിഞ്ഞാറൻ നടയിൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആദ്യം കാണുന്ന ബുക്ക് സ്റ്റാളിൽ നമുക്ക് ആ ഒരു പുസ്തകം കിട്ടും കേട്ടോ. അപ്പോൾ ഇനി വരുന്ന സമയത്ത് നോക്കിക്കോളൂ. മംഗള സ്തോത്ര രത്നാവലി എന്നാണ് കേട്ടോ ആ പുസ്തകത്തിൻ്റെ പേര്. അടുത്തതായിട്ട് ഗൗരി ശ്രിയ എന്ന ഐഡിയിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ മകൾക്ക് ശരീരം മൊത്തത്തിൽ ചൊറിച്ചിലാണ്. മെഡിസിൻ എല്ലാം കഴിക്കുമ്പോൾ കുറയും, പിന്നെയും കൂടും. ഇതിനൊന്നും മറുപടി തരണേ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വീണ്ടും ഒരുപാട് പേര് അസുഖങ്ങൾ ചോദിക്കാൻ തുടങ്ങിയില്ലേ. ചേന കൊണ്ടുവന്ന് സമർപ്പിക്കാം, അതല്ലെങ്കിൽ ചേന കൊണ്ട് തുലാഭാരം തൂക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ. ചേനയാണ് ഗുരുവായൂരപ്പന് ഏതെങ്കിലും തരത്തിലുള്ള സ്കിൻ ഡിസീസസ് ഉണ്ടെങ്കിൽ സമർപ്പിക്കാറുള്ളത് കേട്ടോ. അതിങ്ങനെ വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അതൊരു തുലാഭാരമായിട്ട് വേണമെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുക മാത്രമേ വേണ്ടൂ വെച്ചോ അങ്ങനെ. അതെന്താ വേണ്ടതെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അടുത്തതായിട്ട് ജിജി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. സവിത, ഞാനൊരു കാര്യം ചോദിച്ചിരുന്നു, സവിത കണ്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. ഞാൻ നാരായണീയം പകർത്തി എഴുതുന്നുണ്ട്. ഒരു ബുക്കിൽ 49 ദശകമായി മുഴുവൻ എഴുതാതെ 49 ദശകം വരെ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് പറയണേ. അങ്ങനെ കുഴപ്പമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മെയ് 3-ാം തീയതി വന്ന് സമർപ്പിക്കാനാണെന്ന്. ഒരു കുഴപ്പമില്ല. ഞാൻ ഇതിന് മുൻപ് ഇത് പറഞ്ഞിരുന്നു. ജിജി ചേച്ചി കേൾക്കാത്തതുകൊണ്ടാണ്. ഞാൻ മുൻപ് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ജിജി ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു പുസ്തകം പൊതിഞ്ഞ് കവർ ചെയ്തിട്ട് വേണോ കൊണ്ടുവരാൻ. അങ്ങനെയൊന്നുമില്ല. എന്നൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ അത് അത്ര കാര്യമാക്കാനൊന്നുമില്ല. ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നതാണ് ഏറ്റവും വൃത്തിയോടുകൂടിയും ഏറ്റവും ശുദ്ധമായും നമ്മൾ സമർപ്പിക്കാൻ ശ്രമിക്കുക. 2 പുസ്തകങ്ങളിലായിട്ട് എഴുതിയാലും കുഴപ്പമില്ല. എഴുതി കഴിഞ്ഞോടത്തോളം മാത്രം കൊണ്ടുവന്ന് സമർപ്പിച്ചാലും കുഴപ്പമില്ല കേട്ടോ. അടുത്തതായിട്ട് സീന എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. നാരായണീയം ചൊല്ലുമ്പോൾ ഓർഡറായി തന്നെ ദശകങ്ങൾ ചൊല്ലണം എന്നുണ്ടോ, അതോ നമുക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ വേണ്ടുന്ന ദശകങ്ങൾ മാത്രം ചൊല്ലിയാൽ മതിയോ?
എന്താണ് ഈ വേണ്ടുന്ന എന്നുള്ള ആ ഒരു പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിച്ചത്? അത് എന്ത് തന്നെയായിരുന്നാലും അത് പിൻവലിക്കണം എന്ന് എനിക്കൊരു അപേക്ഷയുണ്ട് കേട്ടോ. നമുക്ക് വേണ്ടുന്നന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്നത് ചൊല്ലിയാൽ ഇന്നത് കിട്ടും. അതുകൊണ്ട് അത് ചൊല്ലാം. അങ്ങനെ വിചാരിക്കരുത് കേട്ടോ ഒരിക്കലും. നാരായണീയം ഗുരുവായൂരപ്പന് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഭാഗവതത്തിന്റെ കുട്ടി എന്നറിയപ്പെടുന്ന ഈ നാരായണീയം കുഞ്ഞു ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പൊ അതിലെ എല്ലാ ദശകങ്ങളും വളരെ നല്ലതാണ്. എല്ലാ ദശകവും ചൊല്ലുന്നതും ശ്രീ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗവുമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ആ ഒരു സെൻസിൽ എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു അപേക്ഷയാണ്. അതിൽ ഇന്നതിന് ഇന്ന ഫലപ്രാപ്തി എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും മുഴുവനായിട്ടും ചൊല്ലാൻ ശ്രമിക്കണം എന്നുള്ളതും എൻ്റെ ഒരു അപേക്ഷ തന്നെയാണ്. ഇനി നാരായണീയം ആദ്യം മുതൽ 1-ാമത്തെ ദശകം തുടങ്ങി 100-ാമത്തെ ദശകം വരെ തന്നെ ചൊല്ലണം എന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദശകം വേണമെങ്കിലും ചൊല്ലാം. പക്ഷേ ആ ഒരു ദശകത്തിനെ നിങ്ങൾക്ക് നാരായണീയത്തിലേക്കുള്ള എൻട്രി ആയിട്ട് കണക്കാക്കണം, എൻട്രൻസ് ആയിട്ട് കണക്കാക്കണം. അതിലൂടെയാണ് നാരായണീയത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന രീതിയിൽ വേണം നിങ്ങൾ കണക്കാക്കാൻ. അതായത് നാരായണീയം ഞാൻ ആദ്യം പഠിച്ച ദശകം എന്ന് പറയുന്നത് 38-ാമത്തെ അവതാരമാണ്. അപ്പോൾ ഈ അവതാരത്തിലൂടെയാണ് ഞാൻ നാരായണീയത്തിലേക്ക് കടന്നത് എന്ന് മാത്രമാണ് ഞാൻ വിശ്വസിക്കേണ്ടത്. അതല്ലാതെ മുഴുവൻ നാരായണീയവും വായിക്കാറുണ്ട്. അപ്പം മുഴുവൻ നാരായണീയവും വായിക്കണം. ഇതിൽ എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, എനിക്ക് ഇത്ര നിഗ്രഹമേ വേണ്ടൂ, എനിക്ക് ജീവിതത്തിലെ വിജയം മാത്രമേ വേണ്ടൂ, അല്ലെങ്കിൽ എനിക്ക് പരീക്ഷയിൽ വിജയം മാത്രമേ വേണ്ടൂ, അതുകൊണ്ട് ഞാൻ 82-ാമത്തെ ദശകം മാത്രമേ വായിക്കുള്ളൂ. കുറച്ച് ദിവസം മുന്നോട്ട് പോയി, കുറച്ച് പൈസയ്ക്കൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നു, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു. ആ സമയത്ത് വിചാരിക്കുകയാണ് എനിക്കിനി 87-ാമത്തെ ദശകം മാത്രം വായിച്ചാൽ മതി, ദാരിദ്ര്യ ദുഃഖശമനം മാത്രം കിട്ടിയാൽ മതി, അപ്പോൾ അത് മാത്രം ഞാൻ ചൊല്ലുന്നു. അങ്ങനെയല്ല, നമ്മൾ ചൊല്ലുന്ന എല്ലാ ദശകങ്ങളും ശ്രീ ഗുരുവായൂരപ്പൻ്റെ സന്തോഷത്തിനായിട്ട് വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ചൊല്ലാനായിട്ട്. നമുക്ക് ആവശ്യമുള്ളത് എന്നില്ല, നമുക്ക് എല്ലാം ആവശ്യമാണ്. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ സന്തോഷമല്ലേ ആവശ്യം. അപ്പോൾ ഗുരുവായൂരപ്പനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത് എന്ന ഒരു ബോധത്തോടു കൂടി വേണം നാരായണീയത്തിനെ സമീപിക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഏത് ദശകം വേണമെങ്കിലും ചൊല്ലാം കേട്ടോ. അങ്ങനെ ഇന്ന ദശകം മാത്രമേ തുടങ്ങാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പം ഇന്ന് അത്രയും വിശേഷങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ കഥകളും ഒക്കെ ആയിട്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. ശ്രീ ഗുരുവായൂരപ്പ ശരണം. സർവ്വരോഗ വിനാശന, സർവ്വപാപ വിനാശന, സർവ്വദുഃഖ വിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ. ദേവകീ സുത ഗോവിന്ദ വാസുദേവ ജഗത്പതി ദേഹിമേ തനയം കൃഷ്ണത്വാമഹം ശരണം ഗത എന്ന സന്താന ഗോപാല മന്ത്രത്തോടു കൂടിയിട്ട് സന്താന ഗോപാലമൂർത്തിയായ ശ്രീ പൂർണ്ണത്രയേശൻ്റെ പാദത്തിൽ അനന്തകോടി നമസ്കാരം പറയുന്നു. നന്ദി.